തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലവും വന്നു. തെരഞ്ഞെടുപ്പ് അവലോകനം മരപ്പെയ്ത്തു പോലെ തുടരുകയാണ്. പക്ഷേ പതിവിനപ്പുറം മതവർഗീയ നിറത്തിലാണ് ഇത്തവണ മരപ്പെയ്ത്ത്. കോൺഗ്രസും BJPയും തദ്ദേശ കളത്തിൽ ഉപയോഗിച്ച ഒരു പാരഡി പാട്ടിനെ ചൊല്ലി വിവാദം കത്തിപ്പിടിക്കുകയാണ്. ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടിക്ക് മുഖ്യ കാരണം പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങിയ പാരഡി പാട്ടാണ് എന്നാണ് ഒരു അതിവായന. ഈ പാട്ടാണ് LDFനെ അടപടലം തോൽപ്പിച്ചതെന്ന് UDF ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. പാട്ട് ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന് LDF തിരിച്ചടിക്കുന്നു. ഒരൊറ്റ പാട്ടിൽ തെരഞ്ഞെടുപ്പ് അജണ്ട മുഴുവൻ തീരുമാനിക്കപ്പെട്ടു എന്ന് RDX എന്തായാലും കരുതുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മത്സരശേഷവും മതകേന്ദ്രീകൃതമായി പരിമിതപ്പെടുന്നത് മോശം ഒരു ശീലത്തിന്റെ തുടക്കമല്ലെങ്കിൽ തുടർച്ചയാണ്. കോൺഗ്രസ് നേതാക്കൾ കിട്ടുന്ന ചാൻസിലെല്ലാം ഈ പാരഡി പാടുന്നു. പാട്ടിനെതിരെ ആദ്യ പരാതി വന്നു കഴിഞ്ഞു. ഇനി ഇതാ CPIM പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പാനന്തര ചർച്ചകൾ ഒരു പാരഡിയിലേക്ക് ഒതുങ്ങുമ്പോൾ RDX അന്വേഷിക്കുന്നു, ഇത്രമേൽ ബാലിശമായോ കേരളത്തിന്റെ രാഷ്ട്രീയ ചിന്ത? ആദ്യം RDX റാം. പോറ്റിയെ കേറ്റിയെ UDFും BJPയും ഒരുപോലെ ഉപയോഗിച്ച അയ്യപ്പ പാരഡി ഗാനം ഭക്തരുടെ മനസ്സിനെ വേദനിപ്പിച്ചെന്നും നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടി തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല പരാതി നൽകിയതോടെയാണ് വിവാദം കനത്തത്. പാട്ട് തയ്യാറാക്കിയവർക്കും ഉപയോഗിച്ചവർക്കുമെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പരാതിക്ക് പിന്നാലെ LDF UDF നേതാക്കൾ ആരോപണങ്ങളും ന്യായീകരണങ്ങളുമായി രംഗത്തെത്തി. ഗാനത്തിന്റെ അണിയറ പ്രവർത്തകരും പരാതിക്കെതിരെ രംഗത്തെത്തി. ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന നിലപാടാണ് LDFനെങ്കിൽ അവരെ പരിഹസിച്ചുകൊണ്ട് UDF നേതാക്കളിൽ നിന്നുണ്ടായ പ്രതികരണങ്ങൾ. പരാതി ADGP H. വെങ്കിടേഷ് പോലീസിന്റെ സൈബർ ഓപ്പറേഷൻ വിങ്ങിന് കൈമാറി. പോലീസ് അന്വേഷണവും ആരംഭിച്ചു. പ്രചാരണത്തിനായി അയ്യപ്പനെ ഉപയോഗിച്ചത് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി അടുത്ത ദിവസം CPIM പരാതി നൽകും. അതിനിടെ അയ്യപ്പ പാരഡി ഗാനത്തിനെതിരായ പരാതിയിൽ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയിലെ ഭിന്നതയും പരസ്യമായി. സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പരാതി നൽകാതെ ഗാനത്തിനെതിരെ പരാതി നൽകിയത് അനാവശ്യ നടപടിയെന്ന് സമിതി ചെയർമാൻ K. ഹരിദാസൻ ആരോപിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. പോറ്റിയെ കേറ്റിയെ പാട്ടിനെതിരായ പരാതിയിൽ ഭയമില്ലെന്ന് ഗാനരചയിതാവും പ്രവാസിയുമായ കുഞ്ഞബ്ദുള്ള പറഞ്ഞു. 100 കൊല്ലം പാരമ്പര്യമുള്ള പാർട്ടിക്ക് 2 വരി പാട്ട് താങ്ങില്ലേ എന്നുമാണ് കുഞ്ഞബ്ദുള്ള ചോദിക്കുന്നത്. 100 കൊല്ലം പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് 2 വരി പാട്ട് താങ്ങുവാനാവില്ല. അതൊന്നും വേണ്ടേ? പരാതികളെ കൊടുത്തോട്ടെ, പരാതിക്കൊന്നും പോയിട്ടൊന്നുമില്ല. ഏത് കോടതി പോലും കോൺഗ്രസിന്റെ വക്കീലന്മാർ റെഡിയായിട്ടുണ്ട്. അതിന് അശ്ലീലൊന്നും പറഞ്ഞിരിക്കാലോ. നമുക്ക് രാജ്യത്തിന് ആവിഷ്കാര സാധ്യതയുണ്ട്. അത് ആരെന്തായാലും നമുക്ക് കൊന്നിപ്പോലോ. ഗാനം LDFനെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. എന്നാൽ മതനിരപേക്ഷ സമൂഹത്തിന് ചേർന്നതല്ല എന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. പാട്ടിൽ കലങ്ങിപ്പോകുന്നതല്ല ഇടതുപക്ഷമെന്ന് EP ജയരാജനും പറഞ്ഞു. LDFനെ അതൊന്നും പ്രതിസന്ധിയിലാക്കിയിട്ടൊന്നുമില്ല. അത് അങ്ങനെയുള്ളത് സമൂഹത്തിൽ എന്ത് പ്രതികരണമാണ് സൃഷ്ടിക്കുക എന്നുള്ളത് അവർ പരിശോധിക്കട്ടെ. ഒരു മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ പരിരക്ഷ വേണം. അത്തരമൊരു സമീപനത്തിന് സഹായകരമാണോ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്? ഞങ്ങൾ എന്തെല്ലാം കണ്ട് വളർന്നിട്ടുള്ളവരാ, എന്തെല്ലാം അനുഭവിച്ച് വളർന്നിട്ടുള്ളവരാ. എങ്ങനെയാണ് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളായി വളർന്നത്? എത്ര ത്യാഗപൂർണമായ ജീവിതത്തിലൂടെയാണ്, എന്തെല്ലാം സംഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു പാട്ടിൻ്റെ അകത്ത് കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളെ രാഷ്ട്രീയം. വിവാദത്തിൽ LDFനെ പരിഹസിച്ചും വിമർശിച്ചും UDF നേതാക്കൾ രംഗത്തെത്തി. പാരഡി ഗാനം കേരളത്തിൽ പാടുന്നത് ആദ്യമായിട്ടാണോ എന്ന് VD സതീശൻ ചോദിച്ചു. പാരഡി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് കോമഡിയാണെന്ന് PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. ഈ ഒരു ഗാനം പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിൻ്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ്? ഇത് BJPക്കാർ ഇതിനേക്കാൾ ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത്? എന്താ ഇപ്പം ഇത്രയും നൊന്തത്? ഒരു പാട്ടിനെ പേടിക്കുന്ന അത്ര ദുർബലമായ ഒരു പാർട്ടിയായി കേരളത്തിലെ CPM പാർട്ടി മാറിക്കഴിഞ്ഞോ? ഒരു പാരഡി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് അത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ്. ആ കോമഡിയിലേക്കാണ് ഇപ്പോൾ CPM എത്തിയിരിക്കുന്നത്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഹിറ്റ് അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡിയാണ് പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം. വീരമണി പാടിയ ഭക്തിഗാനത്തിന്റെ വരികൾ സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റി അവതരിപ്പിച്ചു.
40 വർഷമായി ഖത്തറിൽ കഴിയുന്ന നാദാപുരം ചാലപ്പുറം സ്വദേശി GP കുഞ്ഞബ്ദുള്ളയുടേതാണ് രചന. പാട്ട് പാടിയത് ഡാനിഷ്, പുറത്തിറക്കിയത് CMS മീഡിയ ഉടമ സുബൈർ പന്തല്ലൂർ, ഹനീഫ മുടിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ PC വിഷ്ണുനാഥ് പാടിയതോടെയാണ് ഇത് വീണ്ടും വൻ ശ്രദ്ധയിലേക്ക് എത്തിയത്. പിന്നണിക്കാരെ അറിയില്ലെന്ന് പറഞ്ഞായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വിഷ്ണുനാഥ് ഈ പാട്ട് പാടിയത്. മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തുള്ള കത്തുപാട്ടുമായി പോറ്റിയെ കേറ്റിയെ രണ്ടാം ഭാഗം വരുന്നത്രേ. ഒരു പാർട്ടിയുടെയും പ്രചാരണത്തിന് വേണ്ടി ഒരുക്കുന്നതല്ല ഗാനങ്ങളെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കലാഭവൻ മണിയും നാദിർഷയും പാടിയ ഒരു പാരഡി ഗാനം വിവാദത്തിന് പിന്നാലെ വൈറലായി. സ്വാമിയെ അയ്യപ്പ ഗാനത്തിന്റെ പാരഡിയായി K കരുണാകരനെ പരിഹസിച്ചായിരുന്നു പാട്ട്. മന്ത്രിയെ പയ്യപ്പോ പയ്യപ്പോ മന്ത്രിയെ എന്ന് തുടങ്ങിയ വരികളുള്ള പാട്ടാണ് പ്രചരിച്ചത്. ഇതടക്കം ഉയർത്തിക്കാട്ടി പലതവണ അയ്യപ്പ ഗാനത്തിന് പാരഡി ഉണ്ടായിട്ടുണ്ട് എന്നാണ് UDFിൻ്റെയും വാദം. എന്തായാലും ഒരു പാട്ടിൽ ഒലിച്ചു പോകുന്നതല്ല ഇടതുപക്ഷം അല്ലെങ്കിൽ CPIM എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെയാണ് EP ജയരാജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, LDF കൺവീനറും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. പക്ഷേ സമാന്തരമായി ഈ പാട്ടിനെതിരെയുള്ള പരാതികളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നു. ഇതിൽ ഭക്തി അല്ലെങ്കിൽ വിശ്വാസത്തെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള പരാതി ഒരുപക്ഷെ CPIM നൽകിയേക്കുമെന്നൊക്കെയുള്ള വാർത്ത പറഞ്ഞിരിക്കുന്നുമുണ്ട്. എന്താ സനീഷിന് തോന്നുന്നത്? ഇതിപ്പോൾ വിശ്വാസത്തെ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിച്ചു, തെരഞ്ഞെടുപ്പ് വിജയത്തിനായിട്ട് ഉപയോഗിച്ചു എന്ന പോയിന്റ് പോലും ഇതിനകത്ത് നിൽക്കുമോ എന്ന സംശയമുള്ള ആളാണ് ഞാൻ. അതായത് ഇതിനകത്ത് ഈ പാട്ട് മുഴുവൻ കേട്ടാൽ അങ്ങനെയൊന്നും അതിനകത്ത് വിശ്വാസത്തെയൊന്നും ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നില്ല. ഒന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ല, ഇങ്ങനെ പള്ളിക്കെട്ട് ശബരിമലക്ക് എന്ന പാട്ടിൻ്റെ പാരഡിയായിട്ടാണ്. അത് എനിക്ക് തോന്നുന്നത് ശരിയല്ല. കാരണം പള്ളിക്കെട്ട് ശബരിമലക്ക് എന്ന പാട്ട് തന്നെ ഉണ്ടാകുന്നത് അയ്യപ്പ സ്വാമിയെ എന്ന ആ ടോണുണ്ടല്ലോ, ആ ടോണിനനുസരിച്ച് അത് ഈ പാട്ടുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അയ്യപ്പന്മാരും അങ്ങോട്ട് പോകുന്ന ആളുകൾ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന വരികളായിരിക്കണം. അതിന് ആ ട്യൂണിൽ പിന്നീട് പള്ളിക്കെട്ട് ശബരിമലക്ക് എന്നൊരു പാട്ട് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എത്രയോ കാലമായിട്ട് അയ്യപ്പ സ്വാമിയെ എന്നുള്ള വരികൾ അവിടെയുണ്ട്. അതെന്താണ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, അതായത് ഇത് വളരെ ഈസിയാണ്. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അയ്യപ്പ സ്വാമിയെ എന്നുള്ളത് ആർക്കറിയാം. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ പാടാം, എല്ലാവർക്കും അറിയാവുന്ന വരികളാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ആർക്കും പാടാം. അതുകൊണ്ടാണ് അത് ഹിറ്റായത്. നല്ല വൃത്തിക്ക് ആ ടെക്സ്റ്റ് അവർ എഴുതിയിട്ടുണ്ട്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എങ്ങനെ വേണേൽ പാടാം. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇത് ഈ വരി മുഴുവൻ ഞാൻ മുഴുവനായിട്ട് വായിക്കുന്നില്ല. ഇതിനകത്ത് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന കാര്യം പോലും ഇതിനകത്ത് അങ്ങനെ ഇല്ല. അതായത് മോഷണം നടത്തി, നമ്മുടെ ഒരു ആരാധനാലയത്തിൽ നിന്നൊരു സ്വർണം മോഷണം പോയി, സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ, സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് വെച്ചാൽ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നു എന്ന പോയിന്റ് പോലും നിൽക്കില്ല എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. എനിക്കിതിനകത്ത് ഈ പാട്ടിൽ പ്രശ്നമുള്ളവർ ഇതിനകത്താണ്. അതായത് ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി എന്നുള്ളത് അതൊരു വലിയ പ്രശ്നമാണ്. കാരണം അതെങ്ങനെയാണ് ഇവർ എഴുതുക? അതും കോൺഗ്രസും UDFും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പാരഡി പാട്ടിൽ അമ്മിണി, ബിന്ദു അമ്മിണി എന്ന ഈ ഒരു റിയൽ വ്യക്തിയെക്കുറിച്ചാണല്ലോ എഴുതിയിരിക്കുന്നത്. ബിന്ദു അമ്മിണി എന്തെങ്കിലും കുറ്റം ചെയ്തോ? അമ്മിണിമാരെ കയറ്റിയെ ആചാരങ്ങളെ ലംഘിക്കാനായി അവരെന്തെങ്കിലും കുറ്റം ചെയ്തോ? നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉന്നതമായുള്ള നീതിപീഠം ഒരു വിധി പറഞ്ഞു. അതും വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് ശേഷം തന്ത്രിമാരുടെയും ആചാര വിദഗ്ധരുടെയും രാഷ്ട്രീയക്കാരുടെയും ഭരണകർത്താക്കളുടെയും BJPയുടെയും RSSൻ്റെയും എല്ലാം അഭിപ്രായമെടുത്തിട്ട് വിവിധങ്ങളായിട്ടുള്ള വശങ്ങൾ പരിഗണിച്ചിട്ട് ശബരിമലയിലെ ഈ കേസ് പരിഗണിക്കുന്ന ഈ പ്രത്യേക വിഷയം പരിഗണിക്കുന്ന 5 അംഗ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ഉന്നത ന്യായാധിപന്മാരുടെ പീഠം ഇക്കാര്യത്തിൽ വിധി പറഞ്ഞു, സ്ത്രീകൾക്ക് കയറാമെന്ന്. നാട്ടിലെ ലോ ഓഫ് ദ ലാൻഡായിട്ട് അത് വന്നു. സ്വാഭാവികമായിട്ടും ബിന്ദു അമ്മിണിക്ക് അവിടെ പോകാവുന്നൊരു നില ഈ രാജ്യത്തെ നിയമങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടായിരുന്നൊരു കാലത്ത് അവർ കയറാൻ ശ്രമിച്ചു. പിന്നീടാണല്ലോ പിന്നീട് വീണ്ടും അതിനൊരു ബാൻ വന്നത്. അന്ന് ബാൻ ഇല്ലാത്ത സമയത്ത് അവർ അവിടേക്ക് കയറി. ഒരു ജനാധിപത്യ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇതിനോട് എങ്ങനെയാണ് യോജിക്കുന്നത്? BJPയുടെ രാഷ്ട്രീയ നിലപാട് വേറെയാണ്. അതിന് മുമ്പൊക്കെ വേറെയായിരുന്നു, ഇപ്പോൾ അവരുടെ നിലപാട് വേറെയാണ്. BJPയാണ് ഈ പാട്ടിലെ ഈ വരി എഴുതിയിരുന്നെങ്കിൽ, അതായത് ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി എന്ന് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കേരളം ഭരിച്ചിട്ട് പരിചയമല്ല BJPക്ക്. കേരളം ഭരിച്ചിട്ട് പരിചയമുള്ള UDFന്, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് എങ്ങനെയാണ് ഈ പാട്ട് പാടി ഈ വരികൾ പാടി നടക്കാൻ പറ്റുക? അതായത് നാട്ടിലെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് ആ നിയമത്തിൽ വിശ്വസിച്ചിട്ട്, സുപ്രീം കോടതിയുടെ വിധിയിൽ വിശ്വസിച്ചിട്ട് സ്ത്രീകൾ മലകയറാനായിട്ട് വന്നപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ബിന്ദു അമ്മിണിയെ എങ്ങനെയാണ് ഇങ്ങനെ അപമാനിക്കാനായിട്ട് ഈ എഴുതിയ ആളുകൾക്ക് സാധിക്കുക? അത് വീണ്ടും വീണ്ടും പാടിയുള്ള ആളുകൾക്ക് സാധിക്കുക എന്ന് കോൺഗ്രസിൻ്റെയും മറ്റുമൊക്കെ
വലിയ മഹാന്മാരായിട്ടുള്ള ആളുകൾ തന്നെ അതിന് മറുപടി തരട്ടെ എന്ന് പറയാം. പിന്നെ രണ്ടാമത് ഇതിപ്പോൾ ഇങ്ങനൊരു പാട്ട് വന്നു എന്ന് വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ CPM ഇങ്ങനൊരു പാട്ട് വന്നുകൊണ്ടാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ VD സതീശനടക്കമുള്ള വിജയമുണ്ടായത് LDFന് തിരിച്ചടി ഉണ്ടായത്. VD സതീശനടക്കമുള്ള ആളുകൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ, KC വേണു, ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളും ഏറ്റവും താഴെത്തിട്ടുള്ള പ്രവർത്തകരടക്കം അതികഠിനമായിട്ട് അധ്വാനിച്ചിട്ട് അനവധിയായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഉണ്ടായൊരു വിജയമാണല്ലോ ഇത്. ഇതിപ്പോൾ ഈ പാട്ടിനാണ് മുഴുവൻ ക്രെഡിറ്റും കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ പാട്ട് രസമുള്ളൊരു പാട്ടായതുകൊണ്ടും ഈ അയ്യപ്പ സ്വാമിയെ എന്നുള്ള വരി എല്ലാവർക്കും ഈണവും വരികളും ആളുകൾക്കെല്ലാം പരിചിതമായതുകൊണ്ടും നല്ല രസമായിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ടും ഇതിങ്ങനെ ഹിറ്റായി എന്നേ ഉള്ളൂ. അപ്പോൾ ആ രാഷ്ട്രീയത്തിനകത്തുണ്ട്. അപ്പം മതവികാരം വ്രണപ്പെട്ടു എന്നും പറഞ്ഞ് പരാതി കൊടുക്കുന്നത് ഒട്ടും ഗുണകരമായിട്ടുള്ള കാര്യമല്ല. പാട്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്തരം പാട്ടുകൾ നേരത്തെ അയ്യപ്പ പയ്യപ്പോ എന്ന് പറഞ്ഞ പാട്ടുണ്ടെന്ന് നമ്മൾ തന്നെ പറഞ്ഞല്ലോ. മന്ത്രിയെ പയ്യപ്പോ കോൺഗ്രസിലും ബെൻസിലും പാഞ്ഞു നടന്ന കാലത്ത് പാട്ടാണ്. അപ്പോൾ പയ്യപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാതെ ഇത് ഇങ്ങനൊരു പാട്ടുണ്ടാക്കിയ ഉടനെ ഇതാ മതവികാരം വ്രണപ്പെട്ടെ എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങിയത് എവിടെ ചെന്ന് അവസാനിക്കും? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ പറഞ്ഞ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മരപ്പെയ്ത്ത് ഇങ്ങനെ വല്ലാത്ത തോതിൽ വിഷപ്പെയ്ത്തായിട്ട് മാറാതെ ഇതങ്ങ് ഒതുക്കിയിട്ട് അടുത്ത വിഷയത്തിലേക്ക് ആളുകൾ കയറി പോകുന്നതാണ് നല്ലത്. ഈ അമ്മിണിമാരെ മലകയറ്റി എന്ന വരിയോട് ഇതിപ്പോൾ ഇങ്ങനെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്, ഇപ്പം നാട്ടിൽ ഇങ്ങനെ ചർച്ചയുള്ളത് കൊണ്ടാണ് അമ്മിണിമാരെ മലകയറ്റി ആചാരങ്ങളെ ലംഘിക്കാനായി എന്ന് പറയുന്നതിൽ ഒരു അങ്ങേയറ്റം വലിയ അനീതി ബിന്ദു അമ്മിണിയോടുമുണ്ട്. പിന്നെ ആ കോടതി വിധി ഉള്ളത് കൊണ്ടാണ് അവർ കയറാൻ വന്നത്. കോടതി വിധി ഉള്ളതുകൊണ്ട് സർക്കാരിന് അവരെ തടയാനാവുകയുമായിരുന്നില്ല. അതുകൊണ്ട് ഈ കേരളം ഭരിച്ചിട്ട് ജനാധിപത്യപരമായുള്ള ഭരണം നടത്തിയിട്ടും സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഈ സ്ഥലങ്ങളിലൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ള കോൺഗ്രസും UDFും ഇങ്ങനെ ചെയ്യുന്നത്, ഈ വരിയെ ഇങ്ങനെ പ്രഘോഷിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി അവർ ആ പാട്ട് പാടുകയാണെങ്കിൽ ആ വരി ഒഴിവാക്കിയിട്ട് വേണം പാടാൻ എന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരു നിർദ്ദേശമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഹർഷ, ഇതിനോട് യഥാർത്ഥത്തിൽ CPM മറ്റും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രവർത്തകർ ഇതിനോട് ഫൈറ്റ് ചെയ്യേണ്ടിയിരുന്നത്, എൻ്റെ സജഷൻ, ഇതേ ടൂണിൽ വേറെ 2 വരികൾ എഴുതിയെങ്കിൽ അവരുടെ പാട്ടങ്ങ് പാടിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എല്ലാവരുടെയും വരികളും എല്ലാവരുടെയും ട്യൂണുമാണല്ലോ. അപ്പോൾ ഇത് തിരിച്ചൊരു പാട്ടുണ്ടാക്കുക, അപ്പോൾ ആളുകൾ ഈ പാട്ട് കൂടെ പാടി നടന്നോളൂ. ഇപ്പോൾ ഞാനിങ്ങനെ പാടുമ്പോൾ തന്നെ പയ്യപ്പോ പോറ്റിയെ എന്നൊക്കെയാണ് നമ്മൾ പാടുന്നത്. പോറ്റിയെ കേറ്റിയെ എന്നൊക്കെ നമ്മൾ മനസ്സിൽ പാടുക. അപ്പോൾ അതിനെ ആളുകൾക്ക് റിവേഴ്സ് ചെയ്യാവുന്ന ഒരു CPM പാട്ടുണ്ടായി കഴിഞ്ഞാൽ ആളുകൾ അതും പാടി നടന്നോളും. അപ്പോൾ ഇതിനെയൊക്കെ ക്രിയേറ്റീവായിട്ട് നേരിടുക എന്നല്ലാതെ കോടതിയിൽ മറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ശരിയായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിനകത്ത് ഒരു കാര്യം, ഇത് CPIM ആണോ പരാതി? CPM ഇതുവരെ കൊടുത്തിട്ടില്ല. CPIM അല്ല പരാതി കൊടുത്തത്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളതിനെ കാണേണ്ടതില്ല. ഇതിനെനിക്ക് തോന്നിയത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ആ നിലയ്ക്ക് ഒരു പ്രചാരണം ഉണ്ടായി. അതായത് ലെഫ്റ്റ് ഹാൻഡിലുകളിൽ നിന്ന്, ചില സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നൊക്കെ ഇത് അയ്യപ്പനെ മോശമായി ചിത്രീകരിക്കുന്ന പാട്ടാണ് എന്ന മട്ടിലൊരു പ്രചാരണം ഉണ്ടായി. സ്വാഭാവികമായിട്ടും അത് പാർട്ടി ഔദ്യോഗിക തലത്തിൽ തീരുമാനമെടുത്ത് നടത്തുന്ന പ്രചാരണമൊന്നുമല്ല. പക്ഷേ അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഉണ്ടാകുന്നത് CPIMൻ്റെ പ്രാദേശിക നേതൃത്വം ഇങ്ങനെ ഒരു പരാതി എന്തോ കൊടുത്തേക്കും എന്നുള്ള വാർത്ത കൂടി വരുമ്പോഴാണ് ആ സ്വഭാവം ഉണ്ടാകുന്നത്. എന്തായാലും CPIM നേതൃത്വം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെയല്ല അവരുടെ ഒരു ചരിത്രം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ പ്രശ്നം ആ പാട്ടുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ പാരഡി ആളുകൾ വളരെ പഴയ പാരഡിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത പാരഡികൾ, പണ്ട് ഈ നാദൃഷയുടെയൊക്കെ പാരഡികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യകാലത്തൊക്കെയുള്ള ദിലീപിൻ്റെ നാദൃഷയുടെയൊക്കെ കുറേ പാരഡികൾ ഇറങ്ങുമായിരുന്നല്ലോ. അതിനകത്തൊക്കെ ഇന്ന് നമ്മൾ ഒരിക്കലും പ്രയോഗിക്കാൻ മടിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളും ആ രീതിയിലും ഒക്കെയാണ് പലതും ഇറങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പ് VD രാജപ്പൻ്റെ ആയാലും ഒക്കെ അത്തരം പാരഡികൾ ഇറങ്ങുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു അന്നത്തെ തമാശ. ഇന്ന് കുറേ കൂടി പുതിയ തലമുറ, പുതിയ കുട്ടികൾ എല്ലാം കുറെ കൂടി പരിഷ്കൃതരായതുകൊണ്ട് ആ തമാശകൾ ആ മട്ടിൽ ഉൾക്കൊള്ളില്ല. ആ മട്ടിൽ ആ പഴയ പാരഡി എഴുതുന്ന ഒരാളാണ് ഇത് എഴുതിപ്പോയത് എന്നുള്ളതാണ് ഞാൻ. അല്ല ഹർഷ, പുതിയ വാർത്തയുണ്ട് കേട്ടോ. പോറ്റിപ്പാട്ടിൽ കേസെടുത്തിട്ടുണ്ട്. ഗാനരചയിതാവും ഗായകനും 1-2 പ്രതികളാണത്ര. അപ്പോൾ എന്തായാലും ഈ പരാതിയിലാണ്. ആ പരാതി ഉണ്ടല്ലോ, ആ പരാതിയിൽ സ്വാഭാവികമായിട്ടും ആ നിലയ്ക്കൊരു കേസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ മനോനിലയുള്ള ആ രീതിയിൽ പാട്ടെഴുതാൻ മാത്രം ശേഷിയുള്ള ഒരാളാണ്. അല്ലാതെ അദ്ദേഹം ഭയങ്കര ഒരു സാഹിത്യകാരൻ എന്നുള്ള മട്ടിലാണ് പിന്നെ ചർച്ച നടക്കുന്നത്. അതായത് ഒരു തട്ടിക്കൂട്ട് പാരഡി ഒപ്പിക്കാം അതിനപ്പുറത്ത് മഹാനിലവാരം കൽപ്പിച്ച് നൽകേണ്ട ഒരു എഴുത്തൊന്നുമല്ല അതിൽ നിന്നുണ്ടായത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ പറയുന്ന GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറത്തിൻ്റെതായി വേറെ ചില പാരഡികൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതിന് ശേഷം കണ്ടു. ആ കണ്ടത് സഹിക്കില്ല നമ്മൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര എന്താണ് അതിൽ ജാതീയതയും ഈ പറഞ്ഞ സ്ത്രീകൾക്കെതിരായ പരാമർശങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന GP കുഞ്ഞബ്ദുള്ള എഴുതിയതായി നമ്മൾ വേറെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ നിലയ്ക്ക് എടുത്താൽ മതി, ആ ഗൗരവത്തിലേ അതിനെ കാണാവൂ. ഇതൊരു ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കുറേ ഒരു ആവേശ സംഘം ഒപ്പിച്ച ഒരു പാട്ട്. പക്ഷെ അതിനൊരു ഗൗരവ സ്വഭാവം ഉണ്ടായത് എപ്പോഴാണെന്നറിയോ?
ഈ പാട്ട് എം പിമാരെല്ലാം കൂടെ പാർലമെന്റിന് മുന്നിൽ പോയി നിന്നിട്ട് UDF മുഴുവൻ എം പിമാരും കൂടെ പാടി. ഡീൻ കുര്യാക്കോസ് പാടിക്കൊടുക്കുന്നു, ബാക്കി എം പിമാർ പാടുന്നു. അതൊരു സുഖമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതേക്കുറിച്ചുള്ള വിമർശനം അന്ന് തന്നെ കണ്ടത് ഗൗരവമുള്ള പല വിഷയങ്ങളും പല കാര്യങ്ങളിലും പാർലമെന്റിൽ ആ ദിവസം പ്രതിഷേധിക്കേണ്ടതായി ഉള്ളപ്പോൾ ഇവിടെ നിന്ന് അവിടെ പോയി ഈ ശബരിമല വിഷയം പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതും പാടി നിൽക്കുന്നത് ഒരു പരിഹാസ്യമായ കാഴ്ചയാണെന്ന് ചിലർ പറഞ്ഞു. പക്ഷെ അവർക്കും പറ്റാത്ത, അവർക്കും നിയന്ത്രിക്കാനാവാതെ വന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നതെന്നറിയോ? പക്ഷേ 2 ദിവസമായിട്ട് ഞാൻ മൂളിപ്പാട്ടായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് പോറ്റിയെ കേറ്റിയെ എന്നാണ്. അപ്പം ഞാനിവിടെ വന്നിരിക്കുമ്പോൾ സുജിത്തും എന്നോട് പറഞ്ഞു ഇത് തന്നെയാണ് മനസ്സിൽ വരുന്നത്, പോറ്റിയെ കേറ്റിയെ എന്നാണ്. അപ്പോൾ അതങ്ങനെ ഭയങ്കര ഒരു ഹുക്കുള്ള സാധനമാണ്. അതങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ സ്വാമിയെ അയ്യപ്പോ എന്നുള്ള പാട്ടും ആ രീതിയിൽ അതിനൊരു താളം, അതിൻ്റെ താളം ആ രീതിയിലാണ്. അപ്പോൾ ആ താളം ഉള്ളത് കൊണ്ട് സ്വാമി അയ്യപ്പോ വീരമണിയുടെ പാട്ട് ആ കാലം മുതൽ എത്രയോ ഹിറ്റായിരിക്കുന്ന പാട്ടാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കെ കരുണാകരൻ്റെ കാലത്ത് ഏറ്റവും വലിയ, അന്ന് പല കഥകളും കെ കരുണാകരനെ കുറിച്ച് പ്രചരിക്കും. അതായത് സ്പീഡ് അദ്ദേഹത്തിന് പോരാതെ വരുമ്പോൾ പിന്നിലെ സീറ്റിലിരുന്നിട്ട് ഡ്രൈവർക്കിട്ട് ചവിട്ടും അത്രയും സ്പീഡിൽ പോകാൻ പറഞ്ഞിട്ട്. അതായത് കെ കരുണാകരൻ സ്പീഡിൻ്റെ ആശാൻ എന്നുള്ളതാണ്. എല്ലാ കാർട്ടൂണുകളും വന്ന് കെ കരുണാകരനെ കുറിച്ച് വരുന്നത് സ്പീഡ് എന്നുള്ളതിലാണ്. അദ്ദേഹം വേഗത അദ്ദേഹത്തിന് വേണം, കാർ വേഗത്തിൽ വേണം. അതിനുശേഷം ഒരു ആക്സിഡൻറ്റിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായല്ലോ തിരുവനന്തപുരത്ത് വെച്ച്. അതിനുശേഷമാണ് പിന്നെ ആ കഥയൊന്ന് കുറഞ്ഞത്. ആ കഥയിൽ പോലും പറഞ്ഞിരുന്നത് കരുണാകരൻ്റെ സ്പീഡ് കാരണം ഉണ്ടായ അപകടം എന്നാണ്. അത് കോണ്ടസയും ബെൻസും ഒക്കെയാണ് അദ്ദേഹം മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലത്ത് ഇറങ്ങിയ പാട്ട് ഇതും ഈ ഹിറ്റാണ്. അതായത് മന്ത്രിയെ പയ്യപ്പോ പയ്യപ്പോ മന്ത്രിയെ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടും ഹിറ്റാണ്. ഇതാണ് അതിന് കാരണം. അപ്പോൾ ആ പാട്ട് ആ നിലയ്ക്ക് ഹുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് സമാനമായി വേറെ ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചു. ഇപ്പോൾ ചാലപ്പുറത്ത് പഞ്ചായത്തിലെ ഭരണം LDF ഭരണം അവസാനിക്കുന്നു. അവിടെ സ്വാഭാവികമായും ഒരു സംവരണം ആണല്ലോ പഞ്ചായത്തുകളിലെല്ലാം. ആ നിലയ്ക്കാണ് പ്രസിഡന്റുമാരും എല്ലാം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രാതിനിധ്യം അവിടെ ഉണ്ടാവും. അവിടുത്തെ ഒരു ദളിത് പഞ്ചായത്ത് പ്രസിഡന്റ് മാറി പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നു. പുതിയ രീതിയിൽ സാഹചര്യം മാറുമ്പോൾ UDF അത് പിടിച്ചെടുക്കുമ്പോൾ അവിടെ ലീഗ് പ്രവർത്തകർ ചാണകവെള്ളം തളിച്ചു എന്നുള്ള വാർത്ത വന്നു. അപ്പോൾ ലീഗ് ഇന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചാണകമുള്ളതല്ല, അത് പുണ്യാഹം തളിച്ചായിരുന്നത്. ഇത് രണ്ടും തമ്മിൽ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരികമായി എവിടെയാണ് ഒരു കുഴപ്പം ഉണ്ടാവുക എന്നുള്ളത് പരസ്പരം തിരിച്ചറിയാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഇതിനകത്ത്. ഞങ്ങൾ പച്ചവെള്ളമാണ് തളിച്ചാണ്. അത് ഇതിനേക്കാൾ ചാണകം തളിക്കുന്നത് പോലെ തന്നെ ഒരു വഷളന്റെ ഏർപ്പാടാണ് അത് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, ഇന്നിപ്പോൾ ലീഗാണ് വാർത്ത ഉണ്ടാക്കുന്നത്. ലീഗാണ് ഇത്തരത്തിൽ പുകില് വാർത്തകൾ ഉണ്ടാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ നമ്മളുടെ ഭരണഘടനയിൽ പറയുന്നത് എന്താണ്? സയൻറ്റിഫിക് ടെമ്പർ അത് പ്രചരിപ്പിക്കേണ്ടത് ഒരു പൗരൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് എഴുതി വെച്ച ഭരണഘടനയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുള്ള പരിഹാസ്യമായ ചർച്ചകളിലേക്ക് പോകുന്നത്. ഒരിക്കലും അത് CPIM പേരിൽ അത്തരം ഒരു ചർച്ച വരരുത് എന്ന് തന്നെയാണ് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നത്. മുമ്പ് പല ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മതമില്ലാത്ത ജീവൻ എന്ന് പാഠപുസ്തകത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോൺഗ്രസ് അടക്കം വൻ പുകിലുണ്ടാക്കിയിട്ടുണ്ട്. വളരെ പരിഹാസ്യമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു കാരണവശാലും CPIM അത്തരം സാഹചര്യത്തിൽ പോകരുത് എന്ന് തന്നെയാണ്. അത് വിശ്വാസിയെ ഏതെങ്കിലും തരത്തിൽ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായും വിശ്വാസിയുടെ പ്രശ്നത്തിനൊപ്പം നിൽക്കണമെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. ഇതിനകത്ത് വിശ്വാസമില്ല, ഇതിനകത്ത് വിശ്വാസമല്ല പ്രശ്നം, യഥാർത്ഥത്തിൽ കൊള്ളയാണ്. ഇപ്പം മോഷണം നടത്തി, അതിൽ ശരിതെറ്റുകളൊക്കെ പിന്നീട് ശരിയാക്കട്ടെ. പക്ഷെ അവർ ഈ പാട്ടിലൂടെ ഉന്നയിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചല്ല, ഈ പാട്ടിലൂടെ ഉന്നയിക്കപ്പെടുന്നത് മോഷണം എന്ന സംഗതിയാണ്. തനിഷ് നേരത്തെ പറഞ്ഞില്ലേ, ഈ പാട്ട് തിരിച്ച് CPIM പ്രതിരോധിക്കേണ്ടത് തിരിച്ചൊരു പാരഡിയാണെന്ന് പറഞ്ഞല്ലോ. എളുപ്പത്തിൽ എഴുതാവുന്ന അവരുടെ കുഞ്ഞബ്ദുള്ളമാരെ കൊണ്ട് ആരെ കൊണ്ട് എഴുതിയ പാട്ട് എളുപ്പത്തിൽ എഴുതാവുന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പോറ്റി എന്നാണ് കയറിയത്. പോറ്റി 2004 കോൺഗ്രസ് ഭരണകാലത്ത് കയറിയതാണ് ശബരിമലയിൽ. അപ്പോൾ പോറ്റി കയറിയ കാലത്തെക്കുറിച്ച് അവർക്ക് പെട്ടെന്ന് ഒരു വരി ജയിലിൽ ഞങ്ങൾ കേറ്റിയെ ക്രെഡിറ്റ് എടുത്തില്ലേ? ഇതൊക്കെ ചെയ്യാനുള്ളതിന് പകരം കേസ് കേട്ട് പോകും. ഇനിയിപ്പോ കുഞ്ഞബ്ദുള്ളയേക്കാൾ നിലവാരത്തിൽ തീർച്ചയായും ഈ സനീഷിനെ സമീപിച്ചാൽ ഇതിന് ഒരു ബദൽ പാരഡി എഴുതി തരും എന്നുള്ള കാര്യം ഏതായാലും വ്യക്തമായി. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനത്തിൽ സാമുദായിക സമവാക്യങ്ങൾ എങ്ങനെ പ്രതിഫലിച്ചു എന്ന വിശകലനവും പഠനവും നമ്മുടെ ജനാധിപത്യത്തിന്റെ നടപ്പ് രീതിയാണ്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ മുഖ്യ ഫോക്കസ് മതത്തിലേക്കും മതവൈകാരികതയിലേക്കും മാത്രം ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചു കാലമായി നമ്മൾ കാണുന്നത്. മാറിയ കാലത്തിന്റെ പ്രത്യേകതയായി മാത്രം കണ്ട് അവഗണിക്കാവുന്നതല്ല ഈ കാണുന്ന പ്രവണത. സമൂഹം എന്ന നിലയിൽ നമ്മൾ അപകടകരമായി മതവൽക്കരിക്കപ്പെടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും അതിനു പകരം മതവും മതത്തിൻ്റെ ഉത്കണ്ഠകളും പരാതികളും അതിൻ്റെ വ്രണപ്പെടലുകളും മാത്രം ചർച്ചയാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു.
നന്ദി പ്രകാശനം എന്ന മട്ടിൽ വിജയിച്ച ഭാഗത്തെ നേതാക്കൾ ഭക്തിഗാനത്തിന്റെ പാരടിപ്പാട്ട് പാടുന്നു. ക്ഷേത്ര നഗരങ്ങളിൽ ഞങ്ങളാണ് ഒന്നാമതെത്തിയത് എന്ന് തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും പറയേണ്ടി വരുന്നു. മതം മാത്രം ആശയവും പദ്ധതിയുമായ രാഷ്ട്രീയ കക്ഷികളെ വിട്ടുകളയുക. മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ, അല്ലേ? മതേതര രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഈ മോശക്കേടിനെതിരെ ആദ്യം തിരിച്ചറിവുണ്ടാകേണ്ടത്. കേരളം കേരളമായി നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ.